സമസ്തയിലെ തർക്കങ്ങൾക്കിടെ SKSSF സംസ്ഥാന പ്രസിഡന്റ് ഹമീദലി തങ്ങൾക്കെതിരെ സൈബർ ആക്രമണം ശക്തം. ഉമർ ഫൈസി മുക്കത്തെ മുഷാവറിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം. എളാപ്പയുടെ വാക്കുകേട്ട് സമസ്തയെ ചൊറിയാൻ വന്നാൽ തള്ളിപ്പറയും എന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം SKSSF പ്രസിഡന്റ് പദവി രാജിവെക്കണം എന്നാണ് എതിർവിഭാഗം ആവശ്യപ്പെടുന്നത്. ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മറ്റു നേതാക്കൾക്ക് നേരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. AK അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഈ സൈബർ ആക്രമണം? സ്മൃതി, മുമ്പെങ്ങും കാണാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ പ്രധാനമായും മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു പരിപാടിയിൽ ഉമർ ഫൈസി മുക്കം പങ്കെടുക്കുകയും ഈ വഖഫുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തുകയും ചെയ്തു. ഇത് UDF-നെതിരെയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെയുമായിരുന്നു വലിയ തരത്തിൽ ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹമീദലി തങ്ങളടക്കമുള്ള ആളുകൾ ഒരു കത്ത് സമസ്ത നേതൃത്വത്തിന് നൽകുന്നത്. അതായത് മുഷാവറയിൽ നിന്ന് ഉമർ ഫൈസി മുക്കത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത് നൽകിയത്. ആ കത്തിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഇരു വിഭാഗങ്ങളായി ചേരി തിരിഞ്ഞുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ പോര് രൂക്ഷമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമീദലി തങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എളാപ്പയുടെ വാക്കും കേട്ട് സമസ്തയെ ചൊറിയാൻ വന്നാൽ തള്ളിപ്പറയേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇതിൽ പ്രധാനമായി ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വഹിക്കുന്ന SKSF-ന്റെ പദവി, അധ്യക്ഷ പദവി എന്നുള്ള അത് ഒഴിവാക്കി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് രാജിവെക്കണം എന്നുള്ള നിർദ്ദേശം കൂടി വരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാക്കി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി വരികയും ചെയ്ത് ഇതിന്റെ പല ക്ലിപ്പുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അതൊന്നും പുറത്തുവിടാൻ കഴിയാത്ത രീതിയിലുള്ള ക്ലിപ്പുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമസ്തയിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം, കാണാത്ത വിധമുള്ള സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചില പള്ളികളിൽ നടക്കുന്ന ചില സംഘർഷങ്ങളുണ്ട്. അതിന് പിന്നിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കാണ് എന്നുള്ള ആരോപണങ്ങൾ കൂടി ചില വിഭാഗങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സമസ്ത മുഷാവറ യോഗം അടുത്ത ദിവസം നടക്കാനിരിക്കെ ആണ് ഇത്തരത്തിൽ തെറി അഭിഷേകം തന്നെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.